ശ്രീ ഷാബു പ്രസാദ്, ഒരു ചോദ്യം കൂടിയുണ്ട്. കേന്ദ്രം അനുമതി കൊടുത്തു, പിന്നെ എന്താണ് പ്രശ്നം എന്നത്? അല്ല, ഇത് ഇങ്ങനെയുള്ള യാത്രകൾക്ക് മുഖ്യമന്ത്രി അതുപോലെ മന്ത്രിമാർ അങ്ങനെയുള്ളവരുടെ യാത്രകൾക്ക്, സ്വകാര്യ യാത്രകൾക്ക് അവരുടെ ഒരു സ്ഥാനത്തിന്റെ പ്രിവിലേജ് അനുസരിച്ച് അനുമതി കൊടുക്കാവുന്നതാണ്, കൊടുക്കേണ്ട. അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. പിന്നെ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ കേരളത്തിലെ, ഈ മൂലയ്ക്ക് കിടക്കുന്ന കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി 10 ദിവസം സിംഗപ്പൂർ പോകുന്നു, അല്ലെ ദുബായ് പോകുന്നു, ഇതൊക്കെ ചീള് കേസാണ്. ഇതൊന്നും ഇതിന്റെ പുറകെ പോയി ഇനി ആ അനുമതി നിഷേധിച്ച് ഇതിനൊന്നും അവർക്ക് താല്പര്യമില്ല, സമയമില്ല, ഇനി എവിടെങ്കിലും പോകും എന്നുള്ളൊരു നിലപാടാണ്. പക്ഷേ കേന്ദ്ര സഹമന്ത്രി തന്നെയാണ് വന്ന് പറയുന്നത് ഇത് സ്പോൺസർഷിപ്പ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം. മറ്റൊരു കാര്യം, ഇനി ഇതിന്റെ അകത്തൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നിഷേധിച്ചാൽ ഇപ്പം മഞ്ജുഷിന് ഇതുപോലൊരു ചർച്ച സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്തിന് അനുമതി നിഷേധിച്ചു എന്നായിരിക്കും. അപ്പോൾ ചർച്ച എന്തിന് ഈ അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ്. അപ്പോ ഈ സർക്കാരിന്റെ, ഈ പാർട്ടിയുടെ ഈ തോന്നിവാസത്തിനെ പറ്റി, ഈ കൊള്ളരുതായ്മകളെ പറ്റിയൊക്കെ കേരളം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര അനുമതി കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി അതിൻ്റെ അകത്തുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ ഇ.പി. ജയരാജന്റെ മറുപടി, ഇപ്പൊ ഇവിടെ ഇരുന്ന് ശ്രീ എം.കെ. ഹരിദാസ് വളരെ ധാർമ്മിക രോഷം എന്താണ് സാർ, അതൊരു കെണിയാണോ എന്ന് എന്നും വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, അങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം. ഇനി അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം ശ്രീ എം.കെ. ഹരിദാസ് ഇവിടെ പറഞ്ഞേ, അദ്ദേഹം ഇങ്ങനെ ഇവിടെ ധാർമ്മിക രോഷം കൊള്ളുന്നു. ഇവിടെ കേൾക്കുന്നവരിപ്പം എല്ലാവരും ഇതിൻ്റെ അകത്ത് എന്ത് ധാർമ്മികതയുള്ളത്? ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ നിയമവ്യവസ്ഥയിലോ നമ്മുടെ ഭരണഘടനയിലോ അല്ലെങ്കിൽ കോടതിയിൽ ഒരു കാര്യം വരുമ്പോഴോ ധാർമ്മികത എന്നൊരു വിഷയം അവിടെ ഇല്ല. അവിടെ എഴുതി വെച്ച നിയമങ്ങളും പ്രോട്ടോക്കോളുകളും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചോദ്യങ്ങളും ഈ വിവാദങ്ങളും എല്ലാം ഉണ്ടാകും എന്ന് പാർട്ടിക്ക് നന്നായിട്ടറിയാം. അല്ല, അത് ധാർമ്മികത എന്നുള്ള വിഷയമില്ല എന്ന് പറയരുത്. മുഖ്യമന്ത്രിയാണ്, ജനങ്ങളുടെ മുന്നിലാണ് മറുപടി പറയേണ്ടത്. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായി തെറ്റില്ല, കാരണം ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അനുമതിയും കൊടുത്തത്. പക്ഷേ ധാർമ്മികത ഉണ്ടെങ്കിൽ, ജനങ്ങളോട് ബാധ്യതയുണ്ടെങ്കിൽ ഇത് ചെയ്തുകൂടാ. അവിടെ നിൽക്കണ്ടു. ഞാൻ പറയാം, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പം ഇത് പാർട്ടിയും സർക്കാരും ഇവരൊക്കെ ഈ ചോദ്യങ്ങളും ഈ ചർച്ചകളും എല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ യാന്ത്രികമായിട്ടുള്ള മറുപടികളും അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ മറുപടി അങ്ങോട്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ കാര്യം, എന്റെ പൊന്നും മഞ്ജുഷ, ഇവിടുത്തെ ജനങ്ങളെ അവർ അത്ര കണക്കാക്കിയിട്ടുള്ളൂ. ഈ കേരളത്തിലെ ജനം എന്ന് പറഞ്ഞാൽ വെറും കഴുതകളാണ്. തങ്ങൾ പറയുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം മഞ്ജുഷ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ നിയമസഭാ സാമാജികരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ശമ്പളം കൂട്ടാൻ പോകുന്നു. കഴിഞ്ഞ സമ്മേളനത്തിൽ, എനിക്ക് തോന്നുന്നു വിന്റർ സെഷനിൽ മറ്റോ ആണെന്ന് തോന്നുന്നു, അത് പാസ്സാക്കാൻ ഇരുന്നതാണ്. അപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ വരുന്നു, ജനരോഷം ഭയന്ന് അത് മാറ്റിവെച്ചു. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരാനുള്ളത് അടുത്ത വർഷം അവസാനമാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പോഴേക്ക് നമ്മുടെ ജനം ഇതങ്ങ് മറന്നുകൊള്ളും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അത് പാസ്സാക്കാൻ പോകും. ഇതാണ് നമ്മുടെ കേരളത്തിലെ ജനത്തിനെ പറ്റിയുള്ള ഈ പാർട്ടിയുടെ ഒരു നിലപാട്. അത് ഒരു പരിധിവരെ ഒരു വാസ്തവവുമാണ്. ശരി, ഷാബു, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. 4 പേരുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതിഥികളിലേക്ക് പോകുന്നത്. ശ്രീ ആയൂർ ബിജു.